ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചിറ്റാറിലെ കിണറ്റിൽ വീണ കടുവയെ പുറത്തെടുക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ആ കടുവയെ പുറത്തേക്ക് ഏതാണ്ട് എത്തിച്ചിട്ടുണ്ട്. വലയുപയോഗിച്ചാണ് അതിനെ കുരുക്കിട്ട് മുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിജോ കുര്യൻ ചിറ്റാറിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, ഈ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് കടുവയെ പുറത്തെടുക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ദൗത്യ സംഘം എത്തിയിരിക്കുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? അതിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് വനംവകുപ്പും മറ്റ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകൾ ചേർന്ന് ചെയ്യുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പത്തനംതിട്ട ചിറ്റാർ വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിൽ ജനവാസ മേഖലയിലുള്ള ഒരു കിണറ്റിൽ കടുവ അകപ്പെട്ടത്. പൂർണ്ണ ആരോഗ്യവാനായ വളർച്ചയെത്തിയ ഒരു കടുവ തന്നെയാണ്. 7-8 വയസ്സ് പ്രായമുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് രാവിലെ വനംവകുപ്പിൽ നിന്ന് ലഭിച്ചത്. കടുവയ്ക്ക് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. ഇപ്പോൾ വല ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ഇറക്കി കടുവേനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കടുവ വലയ്ക്കുള്ളിലായിട്ടുണ്ട്. വലയ്ക്കുള്ളിൽ കുടുങ്ങിയ കടുവ അങ്ങേയറ്റം ശൗര്യത്തോടുകൂടി തന്നെയാണ് അതിനകത്ത് നിന്ന് ശബ്ദമുണ്ടാക്കുന്നത്. നല്ല വലിയൊരു ശബ്ദത്തോടു കൂടിയുള്ള ആ ഒരു ശബ്ദം തന്നെയാണ് കടുവയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങേയറ്റം ശൗര്യത്തോടുകൂടി കടുവ നിലവിൽ വലയ്ക്കുള്ളിലായിട്ടുണ്ട്. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് വീട്ടുടമസ്ഥ ഈ കിണറ്റിൽ എന്തോ ശബ്ദം കേൾക്കുകയും പിന്നീട് ഇവിടെ വന്ന് നോക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല. പിന്നീട് പകൽ വെളിച്ചം വീണപ്പോഴാണ് ഇതിനകത്ത് കടുവയുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും ബന്ധപ്പെട്ട ആളുകളെല്ലാം ചേർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഏതാണ്ട് 10 മണിക്കൂർ പിന്നിടുന്നു കടുവ കിണറ്റിൽ അകപ്പെട്ടിട്ട്. അങ്ങനെ 10 മണിക്കൂറിനൊടുവിൽ കടുവയെ വലയ്ക്കുള്ളിലാക്കി കിണറിന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പ് നടത്തുന്നുണ്ട്. DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. നിലവിൽ കടുവയെ മയക്കുവെടി വെക്കാതെ ഈ വലയ്ക്കുള്ളിലാക്കി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. കടുവ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാൽ മാത്രം മയക്കുവെടി വെക്കാം എന്നുള്ള ഏറ്റവും അവസാനത്തെ അറ്റ കൈയായിട്ട് മാത്രം ഈ മയക്കുവെടി വെക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. അതല്ലാതെ കിണറ്റിലെ വെള്ളം ഭാഗികമായി വറ്റിച്ചുകൊണ്ട്, നമുക്കറിയാം ഈ കിണറിന് ഏതാണ്ട് 7 അടി താഴ്ചയുണ്ടായിരുന്നു. അതിൽ 2 അടിക്ക് മുകളിൽ വെള്ളമുണ്ടായിരുന്നു. ആ 2 അടി വെള്ളത്തിൽ കിടന്ന കടുവ പിന്നീട് വെള്ളം ഭാഗികമായി വറ്റിച്ചുകൊണ്ട് വലയിറക്കി കടുവേനെ വലയ്ക്കുള്ളിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കടുവ അങ്ങേയറ്റം ശൗര്യത്തോടുകൂടി വലിയ പ്രകോപനത്തോടുകൂടി തന്നെയാണ് കടുവ വലയ്ക്കുള്ളിൽ ഇരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയെ വലയ്ക്കുള്ളിലാക്കി പുറത്തേക്ക് കയറ്റി വലിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ തരത്തിൽ കടുവ ശൗര്യത്തോടുകൂടി ശബ്ദമുണ്ടാക്കുന്ന നമുക്ക് കേൾക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ്. വല ഉപയോഗിച്ചുകൊണ്ട് കടുവേനെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു വലയിലേക്ക് ഈ കടുവേനെ മാറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. നിലവിൽ 7-8 വയസ്സ് പ്രായമുള്ള കടുവയാണ് എന്നുള്ള വിവരം രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഈ പ്രദേശത്ത്, അതായത് വില്ലൂന്നിപ്പാറ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കാട്ടാനയുടെയും പുലിയുടെയും കുരങ്ങിന്റെയും ഒക്കെ ശല്യമുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഈ പറയുന്ന പുലിയുടെ അടക്കമുള്ള സാന്നിധ്യം ആളുകൾ കണ്ടിരുന്നു. പുലിയെ കണ്ട ആളുകളുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കടുവയുണ്ടായിരുന്നു എന്നൊരു തോന്നൽ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് 2 ആഴ്ചക്കിടെ പത്തനംതിട്ടയിലെ മലയോര മേഖലയായിട്ടുള്ള വടശ്ശേരിക്കരയിൽ നിന്നും വില്ലൂന്നിപ്പാറയിൽ നിന്നും ഇപ്പോൾ പിടികൂടുന്ന വനംവകുപ്പ് പിടികൂടുന്ന 2ാമത്തെ കടുവയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു വടശ്ശേരിക്കര കുമ്പളത്താമണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ആടിനെ പിടിച്ചുകൊണ്ടുപോയ കടുവയെ വനംവകുപ്പ് കാട്ടിനുള്ളിൽ കൂട് വെച്ച് പിടികൂടി പിന്നീട് അതിനെ ഈ പറയുന്ന തൃശ്ശൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അതിന് കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കൂടി ഒരു കടുവ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കിണറ്റിൽ നിന്നാണ് ആളുകൾ കുടിക്കാനടക്കം വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഏതാണ്ട് 10-9 വീടുകളുള്ള ഒരു മേഖലയാണ്. ഇങ്ങനെ കുട്ടികളൊക്കെ ഇതുവഴി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. പക്ഷേ അങ്ങനെ ഈ കടുവയൊക്കെ ജനവാസ മേഖലയിലേക്ക് വരുമെന്ന് സ്വപ്നം പോലും ഇവിടുത്തെ ആളുകൾ കണ്ടിരുന്നില്ല. എന്തായാലും ഈ കടുവയെ പിടികൂടുന്നതോടൊപ്പം തന്നെ ഇവർ ആശങ്ക ഒഴിയുന്നില്ല പൂർണ്ണമായിട്ടും. ഇവിടുത്തെ ആളുകൾ വലിയ തരത്തിൽ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. കടുവ കിണറ്റിലായെങ്കിലും പുലിയും ആനയും കാട്ടുപോത്തും കുരങ്ങും ഒക്കെ ഇപ്പോഴും പുറത്ത് ഈ വനത്തിനുള്ളിലൂടെ വീടിന്റെ ആളുകൾ സമീപത്തുകൂടെ വിഹരിക്കുകയാണ്. അങ്ങനെ ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കിണറ്റിലകപ്പെട്ട കടുവയെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള അതിന്റെ ഏറ്റവും അവസാനവട്ട ശ്രമകരമായ ദൗത്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, DFO ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, മറ്റ് ബന്ധപ്പെട്ട അധികൃതർ എല്ലാവരും തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. രാവിലെ MLA ജനീഷ് കുമാർ അടക്കം ഇവിടെ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മടങ്ങിപ്പോയിരുന്നു. എന്തായാലും ഈ കടുവയെ മയക്കുവെടി വെക്കാതെ പുറത്തേക്ക് എത്തിക്കുന്നു. അതിന്റെ അവസാനവട്ട നടപടികൾ പൂർത്തിയാക്കുന്നു. ഫയർഫോഴ്സ് ഈ പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വല കെട്ടി ഈ നമ്മൾ നേരത്തെ കാണാം റോപ്പ് ഉപയോഗിച്ച് റോപ്പിൽ നിന്ന് ഒരു കിണറിന്റെ കപ്പയിലൂടെ വല താഴേക്ക് ഇറക്കി അതിനെ കുരുക്കി പുറത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഏതാണ്ട് 7-8 വയസ്സ് പ്രായമുണ്ടെന്ന് പറയുമ്പോൾ
സ്വാഭാവികമായിട്ടും ഒരു 500 കിലോ 400-450 കിലോയ്ക്ക് അടുത്ത് ഒരുപക്ഷെ ഭാരം കൂടി ഈ കടുവയ്ക്ക് ഉണ്ടായിരിക്കാം. അത്തരത്തിൽ അത്രയും വലിയ ഭാരമുള്ള ഈ കടുവയെ ജീവനോടുകൂടി തന്നെ അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത്. ചെറിയൊരു കിണറാണ്, അതിന് വലിയ വാവട്ടോ വിസ്താരമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കിണറ്റിലേക്ക് വീണ കടുവയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് ഉണ്ടെങ്കിൽ മയക്കുവെടി വെച്ചാൽ അതിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകും. എന്തായാലും മറ്റൊരു വല കൂടി ഉപയോഗിച്ചുകൊണ്ട് കടുവേനെ ആ വലയ്ക്കുള്ളിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കടുവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ചെറിയൊരു കിണറ്റിലേക്കാണ് കടുവ വീണത്. ആ കിണറ്റിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മുഖമോ അല്ലെങ്കിൽ വാരിയല്ലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ഇടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ അങ്ങനെ വലിയൊരു എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കടുവയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആളുകളൊക്കെ വലിയ ഭീതിയോടുകൂടി തന്നെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശത്ത് പുലിയും ആനയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഒരു കടുവയെ പിടികൂടുന്നത്. ഇപ്പോൾ ഈ കടുവയെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള അതിന്റെ അവസാനവട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും എത്രയും വേഗം ഏതാണ്ട് 10 മണിക്കൂറിലേക്ക് പിന്നിടുന്നു. 10-ാം മണിക്കൂറിൽ കിണറ്റിലകപ്പെട്ട കടുവയെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കടുവേനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. ആളുകളെല്ലാം ഇവിടെ അടുത്തേക്ക് കൂടി നിൽക്കുന്നുണ്ട്. ആളുകളെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് മാറ്റുകയാണ്. അങ്ങേയറ്റം സുരക്ഷ ഒരുക്കി മാത്രമേ ഈ കടുവേനെ പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ. കടുവ കൂട്ടിൽ ഈ കിണറ്റിലകപ്പെട്ടു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ മലയോര മേഖലയായിട്ട് പോലും ഇവിടുന്ന് 100 കണക്കിന് ആളുകൾ നാട്ടുകാരെല്ലാം ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷ ഒരുക്കി മാത്രമേ കടുവേനെ ഈ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നാട്ടുകാർ എല്ലാവരും അതിനോട് സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചതാണ്. ഒരു കൗതുകത്തിനപ്പുറത്തേക്ക് അങ്ങേയറ്റം സുരക്ഷ വേണ്ട ഒരു കാര്യമാണ്. വലിയ കൗതുകം ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. പക്ഷേ ആ കൗതുകത്തിനപ്പുറം വലിയ സുരക്ഷ ഒരുക്കി മാത്രമേ ഈ കടുവേനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകണം. അവരുടെ രീതി ഒരു തരത്തിലുമുള്ള മറ്റ് ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. കുറേയധികം നാട്ടുകാരെയൊക്കെ നാട്ടുകാരും വലിയ തരത്തിൽ ഈ കടുവയെ പിടികൂടുന്നതിനോട് അങ്ങേയറ്റം സഹകരിക്കുന്നുണ്ട്. കാരണം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത് കാണാൻ വേണ്ടി അവർ വന്നിട്ടുള്ളത്. അതല്ലാതെ ഒരു തരത്തിലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രക്രിയകളെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങേയറ്റം നാട്ടുകാർ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആശങ്ക കഴിയുന്ന ഒരു മണിക്കൂറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചേട്ടാ, ഈ നാട്ടിലുള്ളതാണോ? എന്താ ഇപ്പോൾ ആശ്വാസമാകുന്നുണ്ടോ? പേടിയുണ്ടോ? പേടിയില്ല. ഇല്ല, അവർ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അവരെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ആനയും പുലിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടും. എന്താ ഈ പ്രദേശത്തിന്റെ സാഹചര്യം? അല്ല, പുലി ആനയൊക്കെ സാധാരണയായിട്ട് ഇവിടെ വനമേഖലയിൽ വേരിക്കുന്നുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ളതാണോ? അതെ അതെ, ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ, സകല സാധനങ്ങളും ഉണ്ട്. അവരുടെ ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വലിയ കൗതുകത്തോടു കൂടിയാണ് ആളുകൾ ഇവിടെ വന്ന് ഈ കടുവയെ പിടികൂടുന്നത് കാണാനായിട്ട് നിൽക്കുന്നത്. എന്തായാലും പ്രജിൻ അതിൻ്റെ ഏറ്റവും അവസാനവട്ട ലാപ്പിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ലാപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഈ കടുവേനെ ഇപ്പോൾ തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മയക്കുവെടി വെക്കാതെ തന്നെ കടുവേനെ വലയ്ക്കുള്ളിലാക്കി ഇവിടുന്ന് വനംവകുപ്പിന്റെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആദ്യം ഈ കടുവയെ പിടികൂടി കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ കോന്നിയിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും DF ഓഫീസിലോ മറ്റ് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോയി വൈദ്യപരിശോധന നൽകിയതിന് ശേഷം മറ്റെവിടെയെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും അത് എപ്രകാരമാണ് എന്നതിനെ കുറിച്ച് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും പറഞ്ഞിട്ടില്ല. കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. കടുവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം. അതിനുശേഷം ഇതിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിന് അത് തീരുമാനമെടുക്കും. എന്തായാലും കടുവയുമായുള്ള വല പുറത്തേക്ക് വരുന്നു. കടുവ അങ്ങനെ 10-ാം മണിക്കൂറിൽ ഈ പറയുന്ന ചിറ്റാറിലെ വില്ലൂന്നിപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കടുവ 10-ാം മണിക്കൂറിൽ പുറത്തേക്ക് വരികയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവുമായിട്ട് തോക്കടക്കമുള്ള സംവിധാനങ്ങളുമായിട്ട് ഇതിനെ കരയ്ക്കൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ അങ്ങേയറ്റം സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഈ കടുവയെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.